വിദ്യാർത്ഥികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട അധ്യാപകരിൽ ചിലർ ഇപ്പോൾ ദുർമാതൃകയാവുകയാണ്. കുട്ടികളെപ്പോലും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് അവർ മാറുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പോക്ക് അപകടത്തിലേക്കാണ്. പാലക്കാട് പോക്സോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെതിരെ കൂടുതൽ വിദ്യാർത്ഥിനികളാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൗൺസിലിംഗിനിടെ വിദ്യാർത്ഥിനി നടത്തിയ വെളിപ്പെടുത്തലാണ് സ്കൂളിലെ ലൈംഗിക ചൂഷണം പുറംലോകമറിഞ്ഞത്. വടക്കഞ്ചേരി വടക്കേക്കര സ്വദേശി എബിക്കെതിരെ 3 കേസുകൾ ഇതുവരെയും രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് വടക്കഞ്ചേരി വടക്കേക്കര സ്വദേശി എബി കസബ പോലീസിന്റെ പിടിയിലായത്. പാലക്കാട് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലെ താൽക്കാലിക കായികാധ്യാപകനായിരുന്നു എബി. സ്കൂളിലെ 11 വയസ്സുകാരിയായ വിദ്യാർത്ഥിയോട് ലൈംഗികാതിക്രമം നടത്തിയതിനായിരുന്നു എബിയെ പോലീസ് പിടികൂടിയത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് CWC നൽകിയ കൌൺസിലിംഗിനിടെ വിദ്യാർത്ഥി എബിക്കെതിരെ മൊഴി നൽകുകയായിരുന്നു. പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കായിക അധ്യാപകനായ വടക്കാഞ്ചേരി വടക്കേക്കര സ്വദേശി മോശമായി പെരുമാറിയെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. വിദ്യാർത്ഥിയുടെ മൊഴിയിൽ അധ്യാപകനെതിരെ 3ാമത്തെ FIR രജിസ്റ്റർ ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ഗ്രൗണ്ടിലേക്ക് പോകുന്നതിനിടെ കായികാധ്യാപകൻ എബി മോശമായി പെരുമാറിയെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ മൊഴി. പരാതിപ്പെട്ടതോടെ എബിയെ പുറത്താക്കി സ്കൂൾ അധികൃതർ വിഷയം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എബി പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൌൺസിലിംഗ് നൽകാൻ ഒരുങ്ങുകയാണ് CWC. അധ്യാപകന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചു. അതേസമയം സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തും. ലൈംഗിക അതിക്രമം അറിഞ്ഞിട്ടും പോലീസിൽ വിവരം അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുക. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.